ചേലക്കര പോളിടെക്നിക്കിലെ ആണ്. ആദ്യത്തെ 2 സെഷനിൽ സാറ് ഡിജിറ്റൽ സിസ്റ്റംസിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ പിന്നെ നമ്പർ ബേസ് കൺവേർഷൻസ് ഒക്കെ പറഞ്ഞു തന്നിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്നുള്ള നല്ല ഫീഡ്ബാക്കുകളും കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പം എന്തായാലും ഇത് നല്ലൊരു അടുത്തൊരു സെഷനിലും എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നമ്പർ ബേസ് കൺവേർഷൻസ് കൊടുക്കാനുണ്ടെന്നുള്ളതാണ്. അപ്പം അത് എന്തായാലും സാറ് ഇന്നത്തെ സെഷനിൽ നൽകുന്നതാണ്. എല്ലാവർക്കും ഈ ഒരു മീറ്റിംഗിലേക്ക് സ്വാഗതം. നമ്മുടെ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത് ബിജു പീറ്റർ ആണ്. എന്റെ പേര് ഗംഗ, ഞാൻ ചേർത്തല പോളിടെക്നിക്കിലെ ലെക്ചറാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇവിടെ കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്, ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ആണെന്ന്. ഓക്കെ, എന്താണെങ്കിലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സാറേ, വിജി സാറേ. Okay, thank you, ma'am. Thank you, Vijay Peter sir. Dear students, welcome to this session. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഒരു നമ്പർ സിസ്റ്റം എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. അതോടൊപ്പം തന്നെ ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം, ഈ നമ്പർ സിസ്റ്റംസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ നമ്പർ സിസ്റ്റത്തിലുള്ള, അതായത് ബൈനറി, ഒക്ടൽ, ഡെസിമൽ, ഹെക്സാഡെസിമൽ, ഈ നമ്പർ സിസ്റ്റത്തിൽ ഉള്ള റെപ്രസെന്റ് ചെയ്ത നമ്പേഴ്സിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനും, അതായത് അതിന്റെ ക്വാണ്ടിറ്റി എന്താണെന്ന്, അത് ഡെസിമലിലുള്ള ക്വാണ്ടിറ്റി ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനും നമ്മൾ പഠിച്ചു. ടുഡേ we will be learning some more number based conversions from decimal to binary, decimal to octal, decimal to hexadecimal. നമുക്ക് നമ്മുടെ കയ്യിലുള്ള നമ്പർ ഡെസിമൽ നമ്പർ ആയിരിക്കും. We will learn how to convert these decimal numbers into equivalent binary or octal or hexadecimal. Okay, later we will study the conversion between binary and octal, then binary and hexadecimal. If time permits, I will show you the conversion between octal to hexadecimal and hexadecimal to binary. Okay, let's get started to this session. Please look at the textbooks. See, you are given a decimal number. നമുക്കൊരു ഡെസിമൽ നമ്പർ തന്നിരിക്കും. ഡെസിമൽ നമ്പർ നമുക്കറിയാം 10 ബേസ് ആയിട്ടുള്ള നമ്പർ ആണ്. ഓക്കെ, and you are asked to find out the digits of that number. നമുക്ക് ആ നമ്പറിന്റെ ഡിജിറ്റ്സുകൾ കണ്ടുപിടിക്കണം. Okay, you may have written some programs in C or Python to find out the digits of a given decimal number. നിങ്ങൾ ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവാം, സിയിലോ അല്ലെങ്കിൽ പൈതണിലോ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു ഡിജിറ്റ് തന്നിരിക്കും, ആ ഡിജിറ്റിന്റെ ഒരു ഡെസിമൽ നമ്പർ തന്നിരിക്കും, ആ ഡെസിമൽ നമ്പറിന്റെ ഡിജിറ്റ്സ് കണ്ടുപിടിക്കാൻ. ഓക്കെ, നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ തന്നിരിക്കുന്ന നമ്പർ 5809, 5809 എന്നുള്ള ഡെസിമൽ നമ്പർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, we want to find out the digits of this given number. Okay, what do we do? നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയായിരിക്കും നമുക്ക് ഈ ഒരു തന്നിരിക്കുന്ന നമ്പറിന്റെ ഡിജിറ്റ്സ് കണ്ടുപിടിക്കുന്നത്. What would you do? വളരെ എളുപ്പമാണ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന നമ്പറിനെ we will divide the number by 10. നോക്കുക, 5809 ഇതാണ് നമ്മുടെ നമ്പർ. ഓക്കെ, തന്നിരിക്കുന്ന ഡെസിമൽ നമ്പർ. ഈ നമ്പറിനെ, ഇത് ഡിവിഡന്റ് ആണ്, ഇതിനെ നമ്മൾ 10 എന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്താണ് 10 എടുക്കാൻ കാരണം നമുക്ക് 10ൽ റെപ്രസെന്റ് ചെയ്യുമ്പോഴുള്ള ഡിജിറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഈ നമ്പർ 10ൽ തന്നെയാണ്, ഈ 10ലുള്ള ഡിജിറ്റ്സും ആണ് കണ്ടുപിടിക്കുന്നത്. സോ we will divide the number with 10. Then you will get a quotient 580, right? 580 നമുക്ക് quotient ആണ്, നമ്മുടെ റിസൾട്ട് ആണ് കിട്ടുന്നത്. ആൻഡ് വിത്ത് എ റിമൈൻഡർ 9, നമുക്ക് 9 റിമൈൻഡർ കിട്ടി അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും, ഇപ്പൊ ആദ്യം കിട്ടിയ റിമൈൻഡർ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ 9 ആണ് നമുക്ക് ഇവിടെ റിമൈൻഡർ ആയിട്ട് കണ്ടത്. ഓക്കെ, I will continue this process. എന്താണ്, ഞാൻ ഒന്നും കൂടെ കണ്ടിന്യൂ ചെയ്യുന്നു. With the same base, my base is 10. ഓക്കെ, നമ്മുടെ ബേസ് ഇവിടെ 10 ആണ്. അപ്പൊ വീണ്ടും നമ്മൾ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹരിക്കുകയാണ്. ഓക്കെ, ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 58 നമുക്ക് ക്വോഷ്യന്റ് ആയിട്ട് കിട്ടും വിത്ത് എ റിമൈൻഡർ 0. റൈറ്റ്, I can do once more the same process. Then I got 5 as the quotient and 8 as the remainder. Okay, so
നമ്മൾ ഓരോ സ്റ്റെപ്പിലേക്ക് കഴിയുമ്പോൾ നമുക്ക് ഡിജിറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്ത് വരുന്ന കാണാം. അവസാനം നമുക്ക് കിട്ടിയ ക്വോഷ്യന്റ് എന്താണ്? 5 ആണ്. Now this 5 is less than this 10, അല്ലെ? 10-നേക്കാളും ചെറുതാണ്. So I will stop at this point. ഈ ഒരു പോയിന്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഈ പ്രോസസ് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു, റിമൈൻഡേഴ്സ് കിട്ടി, and the last quotient that is less than 10 here in this example. Now we are taking these digits from bottom to top order. Okay, bottom to top order. താഴേന്ന് മുകളിലേക്ക് എടുക്കുക. Then you enumerate these digits. 5 is first, then 8, then 0 and 9. Okay, you can see that this list is nothing but those are the digits of the given number 5809, right? നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇൻഡിജർ നമ്പർ, ഇത് ഇൻഡിജർ പാർട്ട് മാത്രമുള്ളതെന്ന് ഓർക്കുക. ഇൻഡിജർ പാർട്ടിനെ നമ്മൾ അതിന്റെ ഡിജിറ്റ്സ് ആണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തത്. ഓക്കെ, ക്ലിയർ? ഫസ്റ്റ് നമ്പർ നമുക്ക് തന്നിരിക്കുന്ന നമ്പറാണ്, അതാണ് നമ്മൾ ആദ്യം ഡിവിഡന്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ആ ഡിവിഡന്റ് ആയിട്ട് എടുക്കുക, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, then you got 580, അതാണ് നമ്മുടെ ക്വോഷ്യന്റ് കിട്ടിയത് വിത്ത് റിമൈൻഡർ 9. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ 580 എന്നുള്ളത് എന്താണ്? അടുത്ത ഡിവിഡന്റ് ആയിട്ട് എടുക്കുക അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ. ഓക്കെ, ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു നമ്പർ കിട്ടുന്നത്, ദാറ്റ് നമ്പർ ലാസ്റ്റ് നമുക്ക് കിട്ടിയത് 5 ആണ്. ഓക്കെ, ഹിയർ ദിസ് നമ്പർ ഈസ് ലെസ് ദാൻ ദ ബേസ്, ഹിയർ ബേസ് ഈസ് 10. അപ്പൊ അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് അറ്റ് ദിസ് പോയിന്റ്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഡിവൈഡ് ചെയ്ത് വരിക. എപ്പോഴാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്മുടെ ബേസിനേക്കാളും ചെറുതാകുന്നത്, that time you can stop the process and list the digits from bottom to top. അതാ ഓർഡർ ഓർക്കുക, bottom to top. നമുക്ക് ഓക്കെ, then the digits are 580. നമുക്ക് ഇത് അറിയാവുന്നതാണ്. ഓർത്തിരിക്കുന്നത് ഡിവിഡന്റ് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന നമ്പറാണ് ഡിവിഡന്റ്. ഡിവൈസർ എപ്പോഴും ഡിവൈസർ ഓൾവേസ് ദ ബേസ് ആണ്. ഡിവിഡന്റ് നമ്മൾ ഓരോ സ്റ്റെപ്പിൽ നമ്മൾ ചേഞ്ച് ചെയ്യും. ക്വോഷ്യന്റ് ഡിവൈഡർ ആയിട്ട് മാറും അടുത്ത സ്റ്റെപ്പിലേക്ക്, അല്ലെ? വരുന്നു. ഫൈനലി റിമൈൻഡേഴ്സ് കളക്ട് ചെയ്യാം along with the last quotient എടുക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള റിമൈൻഡേഴ്സ് എടുക്കാം. Those will be the digits, expected digits. Okay, നിങ്ങൾക്ക് ഈ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കോളൂ. ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സ്വയം എക്സാമ്പിൾസ് എഴുതി ചെയ്ത് നോക്കാം. ഇപ്പൊ 6500 ആണ്, അല്ലെ? ഇതിന്റെ ഡിജിറ്റ്സ് നമുക്ക് വേണം. ഇപ്പൊ നമുക്ക് ആദ്യത്തെ ഡിവിഡന്റ് എന്നുള്ള 6500 ആണ്. ഡെസിമൽ നമ്പറിന്റെ ഡിജിറ്റ്സ് ആണ് വേണ്ടത്. ഓർക്കുക, ഡെസിമൽ നമ്പറിന്റെ ഡിജിറ്റ്സ് ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? We will divide the number with 10 because the 10 is the base of the decimal number. Okay, write the quotient here. Quotient is 650, remainder 0. Okay, now the 650 is greater than 10. Okay, we will do one more step. Then 65 will be the quotient and 0 again 0. We got the 0 as the remainder. Okay, I can move on with dividing that number 65 with 10. 6 is the quotient and 5 will be the remainder. നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? ഈ ഇതിനെ നമുക്ക് ലിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഈ കിട്ടിയ നമ്പേഴ്സിനെയൊക്കെ, ഈ ഡിജിറ്റ്സിനെ എല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്യാം ഫ്രം ബോട്ടം ടു അപ്പ് ഓർഡർ. ഓക്കെ, ബോട്ടം. അപ്പൊ നമുക്ക് അതേ ഓർഡറിൽ തന്നെ കിട്ടും. 6500 എന്നുള്ള ഓർഡറിൽ തന്നെ കിട്ടും. ഇവിടെ 6 എന്നുള്ളത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, ഏറ്റവും ലെഫ്റ്റിലുള്ള നമ്പർ ആയിട്ട് ഡിജിറ്റ് ആയിരുന്നു ഓർക്കാം. ആൻഡ് ദിസ് 0 എന്ന് പറഞ്ഞാൽ റൈറ്റ് മോസ്റ്റ് ആണ്. നമ്മൾ left 6 was the leftmost digit and 0 was the rightmost. Okay, so നമ്മൾ പറയുന്ന MSB ബൈനറി പറയും. ഓക്കെ, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ 32 ചെയ്ത് നോക്കുക, 15 ചെയ്ത് നോക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ക്വൈറ്റ് ഈസി. ഇനി what about you are given a number that has a fractional number. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിജർ പാർട്ട് ഇല്ല, ഇവിടെ ഫ്രാക്ഷണൽ നമ്പർ. Your given number has a fractional part. What would you do when the number has a fractional part? Fractional part ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? This time dividing by 10 will not work. നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് 10 വെച്ച് ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യം നടക്കില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നോക്കാം. Your given number is 0.5068. Okay, this time that means the given number has a fractional part. This time we will multiply the number with the base. Okay,
base. നമ്മളിവിടെ base 10 എടുക്കാൻ കാരണം എന്താണ്? We want the digits when the number is represented in decimal. Decimally represent ചെയ്യുമ്പോൾ digit ആണ് നമുക്ക് വേണ്ടത്, right? So fractional part ആണെങ്കിൽ please keep this in your mind. When the number has a fractional part, you have to multiply that number with 10. Okay, which number 10 which multiplier, then you will get 5.068. Okay, for this example. This example നമുക്ക് കിട്ടുന്ന 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5.068 എന്ന് കിട്ടും. Okay, here നിങ്ങൾക്ക് കിട്ടുന്ന ഈ 5 ഉണ്ടല്ലോ, 5, that is the carry. Carry ആണ്. Okay, you take it out. നമ്മൾ ഈ carry അവിടെ മാറ്റി വെക്കുക. Okay, you take it out, this carry. Look at the fractional part of the result. ഇവിടെ fractional part of the result. ഇവിടെ നമുക്ക് fractional part എന്താണ് കിട്ടിയത്? 0.068. Okay, it is not equal to 0. 0 അല്ല, അതുകൊണ്ട് we move on to the next step. Okay, 0.68 multiplies 10. ഒരു സ്റ്റെപ്പും കൂടെ പോകാം. Again you will get 0.68, right? അല്ലേ? ഇവിടെ നമുക്ക് carry എന്ത് കിട്ടി? You got a carry that is 0. നമുക്ക് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആയി വരുന്നുണ്ട് അല്ലേ? ആദ്യം നമുക്ക് കിട്ടിയത് 5 എന്തായിരുന്നു? That is 1 digit of 0.5068. Now we got a 0, that is another digit of the number. ഇപ്പൊ നമുക്ക് ഫ്രാക്ഷനിൽ എന്താണ് കിട്ടിയത്? ഫ്രാക്ഷണൽ പാർട്ട് 0.68. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം 10 കൊണ്ട് തന്നെ. 10 എന്താണ് എടുക്കാൻ കാരണം? ബേസ് ആയതുകൊണ്ട്. ഓക്കെ, now 6.8, right? Okay, take out the carry. ഇവിടെ 6 ആണ് നമ്മുടെ carry എടുക്കുന്നു. now ഒന്നും കൂടെ സ്റ്റെപ്പ് പോവാം. 0.8. okay, now you got 8.0. take out the carry. 8 is the carry. So all these digits what we have got, those are 5, 0, 6, 8. Those are nothing but the digits of the given number. Now what is the, when you remove the carry from 8.0, now we have 0. Okay, 0 as the fractional, 0 in the fractional part. Okay, now we can stop at this point. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് 0യിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു 2-3 സ്റ്റെപ്പ് വരെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ചില കേസുകളിൽ നമുക്ക് 0യിൽ എത്തണമെങ്കിൽ കുറേ സ്റ്റെപ്പ് എടുക്കേണ്ടി വരും. സംടൈംസ് ഇറ്റ് മേ ടേക്ക് an infinite number of steps. ആ കേസിൽ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ് വരും. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ഒരു യു ഡു ഇറ്റ് 3 or 4 സ്റ്റെപ്സ് ഇത്രയും ചെയ്യാം. അപ്പോൾ ഓർക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞത് the number has a fractional part. Okay, fractional part ആണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ you multiply with 10. if your number has an integer part, you divide the integer part with 10. അതാണ് ചെയ്തു പോകേണ്ട സ്റ്റെപ്പ്. ഓക്കെ, hope you understand this portion. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്റിജർ പാർട്ട് ആണെങ്കിൽ ഓർക്കുക, ഇന്റിജർ പാർട്ട് ആണ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ 10 വെച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് പോകണം. ഓക്കെ, ഇനി ഫ്രാക്ഷണൽ പാർട്ടിന്റെ ഡിജിറ്റ്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ you have to multiply that fractional part with 10, okay, each time and extract the carry. Okay, take out the carry and you continue this process 2 or 3 times. Okay, from ഈ നമ്പർ നോക്കൂ. The given number is 6500.204. okay, and this number has both integer part and fractional part. ഇതിലെ integer part ഉണ്ട്, decimal part അല്ലെങ്കിൽ fractional part ഉണ്ട്, right? അപ്പോൾ ഇതിന് നമ്മൾ ഇതിന് രണ്ടായിട്ട് തന്നെ എഴുതുക. 6500, അതിന്റെ ഡെസിമൽസ് നിങ്ങൾ കാണുക. എങ്ങനെ കാണാൻ പറ്റും? നമ്മൾ 6500യെ 10 വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവുക. ഓക്കെ, ലൈക്ക് ദിസ് എഴുതാം. then you will get 6500. now you take the remaining portion, that is fractional point 0.204. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 10 വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. then you will get 2.04. take out the carry 2. now you have, sorry, this is equal to this. okay,
Now 0.04 multiplies 10, then you will get 0.4 carry is 0 here, then 0.4 multiplies 10, you get 4.0, carry is 4. Okay. നമ്മൾ റീഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ടോപ്പ് ടു ബോട്ടം ആണ്. ഇതാണ് വ്യത്യാസം. ഇവിടെ നിങ്ങൾ ഓർക്കുക, ഇവിടെ നമ്മൾ ബോട്ടം ടു ടോപ്പ് ആണെങ്കിൽ ഇവിടെ ടോപ്പ് ടു ബോട്ടം ആണ്. So you could understand this example. ഇതുപോലെ നിങ്ങൾ മറ്റ് എക്സാമ്പിൾ രണ്ടും നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. ഇത് കൂടാതെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം എക്സാമ്പിൾസ് എഴുതുക. ഓക്കെ, ഓർക്കുക ഈ വേർഡ് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ മാസ്റ്റർ ആകും. നിങ്ങളുടെ ഓൺ നമ്പേഴ്സ് ഒക്കെ അല്ലെങ്കിൽ എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, practice makes perfect. Okay, now it's time to convert a decimal number to binary. Okay? You are given a decimal number, you want to find out the decimal. Okay, you want to convert that decimal number to binary. That is the question. You are given a decimal number. For example, here you are given the 13, that is a decimal number, and you are asked to convert this decimal number into binary. Okay, for example, here the equivalent binary is 1101 for the 13. Okay, നിങ്ങൾക്ക് 13 എന്ന് പറയുന്ന ഒരു ഡെസിമൽ തന്നിരിക്കും. നിങ്ങളോട് പറയുന്നത് എന്തായിരിക്കും? You are asked to convert that decimal number into binary. Okay, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡെസിമൽ ടു ബൈനറി എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം അല്ലേ. നമുക്ക് ഡെസിമൽ നമ്പർ തന്നിരിക്കുന്നു, അതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ പ്രോബ്ലത്തിന് ഞാൻ വേറെ രീതിയിലേക്ക് എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്താണ്? എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഫൈൻഡ് ഔട്ട് all digits of the decimal number 13 when it is represented in binary. എന്താണ്? Find out all digits of the decimal number 13 when it is represented in binary. അതായത് ഈ 13 എന്നുള്ള ഡെസിമൽ നമ്പർ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിജിറ്റ്സ് കണ്ടുപിടിക്കുക എന്നും ആകാം. ഞാനത് എഴുതി തരാം. ഈ പ്രോബ്ലം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഫൈൻഡ് ഔട്ട് all digits so the number, ഇതാണ് നമ്പർ 13 in decimal, okay, when it is in binary, when it is represented in binary. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചിന്തിക്കാം അല്ലേ. ഡെസിമൽ ടു ബൈനറി ആയിട്ട് നമുക്ക് കുറച്ചുകൂടി ഈ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. നമ്മൾ അതിന്റെ സ്റ്റെപ്പ് ഓൾറെഡി നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു. We have studied the step for extracting the digits of a number. നമ്മളത് ഇപ്പം പഠിച്ചതേ ഉള്ളൂ. സോ ആ രീതിയിൽ നിങ്ങൾ തിങ്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഓർക്കേണ്ടത് നമ്മളുടെ നമ്പർ ഡെസിമലിലാണ് തന്നിരിക്കുന്നത്, പക്ഷെ നമുക്ക് വേണ്ടത് ഡിജിറ്റ്സ് ആണ് വേണ്ടത്. എവിടെയാണ്? when is represented in binary. So our target base here, the target base is 2. Target base is what? 2. അത് നമ്മൾ ഓർക്കുക. അപ്പൊ നമ്മൾ ഏതിലാണ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഡിജിറ്റ് ആണ് വേണ്ടതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഹിയർ അവർ ടാർഗറ്റ് ബേസ് ഈസ് 2. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ടാർഗറ്റ് ബേസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, വി സ്റ്റാർട്ട് വിത്ത് ദ നമ്പർ 13 സ്റ്റാർട്ട് ചെയ്യുക. വാട്ട് ഈസ് ദ ടാർഗറ്റ് ബേസ്? 2 അല്ലേ. 2. അപ്പൊ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ബിക്കോസ് ദ 30 ഡിവൈഡ് ചെയ്യാണ് ഈ പോർഷനിൽ നമുക്ക് ഓൺലി ഇൻഡിജർ പാർട്ട്. ഇൻഡിജർ പാർട്ട് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകാം. ലൈക്ക് വാട്ട് യു ഹാവ് ഡൺ ഇൻ ഡെസിമൽ ഡിജിറ്റ്സ്. ഓക്കെ, അതിൽ നമ്മൾ എന്തായാലും ചെയ്തത് അതുപോലെ തന്നെ. നൗ we are going to divide the number 13 by 2. Okay, then I got 6 കിട്ടി. 6 as the quotient and 1 as the remainder. 1 ആണ് എനിക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടി അല്ലേ. ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും ബിക്കോസ് 6 is less than 2. 6 less than 2 ആയതുകൊണ്ട് I will move on to the next step, again dividing with the same number 2. Okay, but divisor എന്ന് പറഞ്ഞാൽ 2 ആണ്. That is the target base. Okay, അത് ഓർത്തിരിക്കാം. Then 3 നമുക്ക് റിമൈൻഡർ കിട്ടി. Sorry, 3 is the quotient and 1 is the remainder. ആണോ? അല്ല, 0. Right? ഇനി എന്താണ്? ഈ 3 വീണ്ടും ഞാൻ ഡിവൈഡ് ചെയ്യാണ് 2 കൊണ്ട്. ബിക്കോസ് 3 is less than 2. 1 ആണ് ക്വോഷ്യന്റ് കിട്ടിയ, റിമൈൻഡർ 1.
അപ്പൊ ഈ കോഷ്യന്റ് അടക്കം നമുക്ക് മുകളിൽ നിന്ന് ലിസ്റ്റ് ചെയ്യാം. ടോപ്പ് ടു ബോട്ടം ആണ് ലിസ്റ്റ് ചെയ്യേണ്ടത്. അത് എഴുതുക 1 1 0 1. So I can say that these 1 1 0 1 are the digits of the number 13 when it is represented in binary. അപ്പോൾ ഈ 1101 എന്നുള്ളത് എന്താണ്? അത് ഡിജിറ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. Therefore 110 is the binary equivalent of decimal number 13. കിട്ടിയില്ലേ? ഓർക്കുക, ടാർഗറ്റ് ബേസ് ഏതാണെന്ന് നോക്കുക. ടാർഗറ്റ് അതാണ്. അപ്പം ഇത് തന്നെ ഞാൻ ഈ പറഞ്ഞ അതേ സ്റ്റെപ്പ് തന്നെയാണ്. ഇനിഷ്യലി വി ഡിവൈഡ് ദ 13 by 2. 2 വെച്ച് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഡിവൈസർ ആയിട്ട് എടുക്കേണ്ടത്, ഡിവൈസർ എപ്പോഴും ടാർഗറ്റ് ആയിരിക്കണം. ടാർഗറ്റ് ആയിരിക്കണം നമ്മുടെ ഡിവൈസർ. ഓക്കെ, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ടാർഗറ്റ് ബേസ് ഇതായിരിക്കണം നമ്മളുടെ എന്താണ് ഡിവൈസർ. ഓർക്കാം. അത് നമ്മൾ ആ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. എപ്പോഴാണോ നമ്മളുടെ റിസൾട്ട് അല്ലെങ്കിൽ കോഷ്യന്റ് when the result is less than 2. അപ്പോൾ ഇവിടെ 2 ഡിവൈസർ ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് എവിടെ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 എത്തുന്നില്ല അല്ലേ. ദെൻ ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെ ബോട്ടം അപ്പ് റീഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഡിജിറ്റ്സ് ആയിരിക്കും, ഡിജിറ്റ്സ് ഇൻ ബൈനറി. അതിനെ നമുക്ക് കൊണ്ട് ലിസ്റ്റ് ചെയ്താൽ മതി. വളരെ ഈസിയാണ്. ഇറ്റ്സ് ക്വൈറ്റ് ഈസി ടു കൺവേർട്ട് എ ഗിവൺ decimal number into binary. Okay, clear? I will give one more example. That the number is 18. Okay, നമുക്ക് processing ഇങ്ങനെ continue ചെയ്യാൻ പറ്റും. Start with 18. Note our target is target base. ഇതാണ് 2 ആണ്. Target base is 2. So you should divide with this target base. Here 2 is the target base. Continuously number will continue this process until we reach to either 0 or 1. നമ്മൾ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 ൽ വരുന്നത് വരെ you have to continue this process and read the numbers from bottom up. Okay, bottom. You got it? Is it clear? Fine. അപ്പം രണ്ട് നമ്പേഴ്സിനും കൂടെ ഞാൻ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. യു ട്രൈ ടു ഡു ദിസ്. നമ്പർ ഈസ് 33 in decimal. Convert this number into binary. Okay, you try to do is നിങ്ങൾ എഴുതിക്കോളൂ, ബുക്കിലേക്ക് എഴുതിക്കോളൂ. അതിനുശേഷം നിങ്ങൾ ഈ സെഷന് ശേഷം ചെയ്ത് നോക്കുക. ഓക്കെ, വളരെ ഈസിയാണ്. ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് കണ്ടിന്യൂസ് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്താണ്? ഈ തന്നിരിക്കുന്ന നമ്പറിലെ ഇൻഡിജർ പാർട്ട് മാത്രമേ ഉള്ളൂ. ഇൻഡിജർ പാർട്ട് ആകുമ്പോഴാണ് നമ്മൾ ഈ പ്രോസസ് ചെയ്യുന്നത്. ഡിവൈഡിങ് ബൈ 2 എന്നുള്ള പ്രോസസ് ചെയ്യുന്നത്. നമ്മുടെ ടാർഗറ്റ് ബേസ് 2 ആണ്. ഓക്കെ, let me teach you about the conversion. The number is given in a fractional, or the number has a fractional part. Okay, fractional ആണ് ഉള്ളത്. അതാണ് ഒരു കാര്യം ആലോചിക്കേണ്ടത്. And but the target is the same binary. ബൈനറിയിലേക്കാണ് മാറ്റുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ഒരു നമ്പർ ഫ്രാക്ഷണൽ പാർട്ട് വരുമ്പോൾ അതിന്റെ ഡിജിറ്റ്സ് കണ്ടുപിടിക്കുന്നത്. What do you do? എന്ത് ചെയ്യും? നമ്മൾ we will multiply that number, right? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഓർക്കുക, ഇവിടെ ഫ്രാക്ഷണൽ പാർട്ട് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? നമ്മുടെ ടാർഗറ്റ് ബേസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് ഓർക്കുക. അപ്പൊ ടാർഗറ്റ് ബേസ് എന്താണ്? 2 ആണ്, റൈറ്റ്? അപ്പൊ ഈ പ്രോസസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 6.6875. ദാറ്റ് ഇസ് ദ ഗിവൺ നമ്പർ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലെ, നമ്മുടെ ഗിവൺ നമ്പർ അതാണ്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത് നമ്മുടെ ടാർഗറ്റ് ബേസ് ആണ്. ഇതാണ് നമ്മുടെ ടാർഗറ്റ് ബേസ്. റൈറ്റ്, ടാർഗറ്റ് ബേസ് ആണ്. ഇത് രണ്ടും നമുക്ക് ഉണ്ടല്ലോ, നമുക്കറിയാം ഏത് നമ്പറിനെ ഏത് ടാർഗറ്റ് ബേസിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാം. ജസ്റ്റ് മൾട്ടിപ്ലൈ. ഓക്കെ, ഇവിടെ ഫ്രാക്ഷണൽ നമ്പർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ഇൻഡിജർ പാർട്ടും കിട്ടും, ഒരു ഫ്രാക്ഷണൽ പാർട്ട് കിട്ടും. സംടൈംസ് ഇൻഡിജർ പാർട്ട് മേ ബി 0. അതിനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിജർ പാർട്ടിൽ അല്ലെങ്കിൽ ക്യാരി നിങ്ങൾക്ക് ഒന്നെങ്കിൽ 0 കിട്ടും, അല്ലെങ്കിൽ 1 കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന 1.375 ആണ്. ആ ഇൻഡിജർ പാർട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ക്യാരി.
ടേക്ക് ഔട്ട് ദ ക്യാരി ഫ്രം ദ നമ്പർ. നമ്മൾ അതിനെ ഞാൻ മാറ്റി അങ്ങോട്ട് വെച്ചു. ബാക്കി പോർഷൻ എന്താണ് 0.375 ആണ്. ഓക്കെ, നൗ കണ്ടിന്യൂ ദിസ് പ്രോസസ്. നമുക്ക് ഒരു 3-4 സ്റ്റെപ്പ് വരെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ ഡിജിറ്റ്സ് കണ്ടുപിടിക്കണമെന്നില്ല ഇവിടെ, പക്ഷെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഒരു 4 സ്റ്റെപ്പ് വരെ കണ്ടിന്യൂ ചെയ്തു. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. വീണ്ടും നമുക്ക് 0 ആണ് ഇവിടെ ക്യാരി ആയിട്ട് കിട്ടുന്നത്. ടേക്ക് ഔട്ട് ദ ക്യാരി. 70.75 multiplies to 1.5, right? Until the carry becomes until the fractional part becomes 0. Fractional part നമുക്ക് 0 ആകുന്ന വരെ ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്കിത് top to bottom ആണ് റീഡ് ചെയ്യേണ്ടത്. So the digits are 1 0 1 1. ഇത് ഡിജിറ്റ്സ് കിട്ടി. അപ്പം നമുക്ക് അതിനെ ബൈനറിയിലേക്ക് മാറ്റാൻ വളരെ എളുപ്പമാണ്. അവിടെ ആ ഒരു ബൈനറി പോയിന്റും കൂടി ഇടുക, അതിനെ ബൈനറി ആണെന്ന് കാണിച്ചു കൊടുക്കുക. This is 1 1 1 1. Right? കിട്ടില്ലേ? Let me show you one more example. Here the given number is 0.1 in decimal. Okay? You are asked to convert this decimal number into its equivalent binary. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡെസിമൽ പാർട്ടും ഒരു ഇൻഡിജർ പാർട്ടും കാണാൻ പറ്റും, അതുപോലെ തന്നെ ഒരു ഫ്രാക്ഷണൽ പാർട്ടും കാണാൻ പറ്റും. ഇവിടെ ഇൻഡിജർ പാർട്ടിൽ എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് സീറോയെ നമ്മൾ ഡെസിമൽ എഴുതിയാലും 0യെ നമുക്ക് ബൈനറിയിൽ എഴുതിയാലും ഒക്കെ സെയിം ആണ്. അപ്പൊ യു ഡോണ്ട് നീഡ് ടു കൺവേർട്ട് ദ നമ്പർ 0 ഇൻടു ബൈനറി, ബോത്ത് ആർ 0. ഓക്കെ, അപ്പൊ 0 ഏത് നമ്പർ സിസ്റ്റത്തിലും 0 തന്നെ ആയിരിക്കും എന്ന് ഓർക്കുക. 0 in decimal, 0 in binary, 0 in octal, 0 in hexadecimal. ഓക്കെ, ഇതെല്ലാം 0 തന്നെയാണ്. അപ്പൊ 0ക്ക് മാറ്റമൊന്നും ഇല്ലാത്തതാണ്. അപ്പൊ യു ഡോണ്ട് നീഡ് ടു കൺവേർട്ട് ദ 0 ഇന്റിജർ പാർട്ട് into binary. That is 0. That is a trivial case. Okay. ഇനി നമുക്ക് വേണ്ടത് ഫ്രാക്ഷണൽ പാർട്ട് ആണ്. ഫ്രാക്ഷണൽ പാർട്ട് 0.1 ആണ്. ഓക്കെ, now we are going to convert this 0.1 in decimal to binary. Okay, നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ എന്ന് ആലോചിക്കുക. ഒബ്വിയസ്ലി we will do multiplication. Why? We have a fractional part. നമ്മുടെ കയ്യിൽ ഒരു ഫ്രാക്ഷണൽ പാർട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്, അല്ലേ? സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പമാണ്. 0.1 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.2 കിട്ടും. എക്സ്ട്രാക്ട് ദ ക്യാരി. ഇവിടെ ക്യാരിയാണ്, ഇത് ക്യാരി കൊണ്ട് മാറ്റി വെക്കട്ടെ. ക്യാരി കൊണ്ട് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ബാക്കിയുള്ള 0.2 അതിനിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതെങ്ങും അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം. കാരണം ഈ സ്റ്റെപ്പ് നോക്കൂ, ഈ സ്റ്റെപ്പ് എന്താണ്? വീണ്ടും ഇവിടെ തന്നെയാണ്. ഈ സ്റ്റെപ്പ് സെയിം ആണ്, അല്ലേ? ഈ സ്റ്റെപ്പ് സെയിം ആണ്, ശരിയല്ലേ? ഇപ്പൊ സ്റ്റെപ്പ് ഞാൻ ഇവിടെ 1 2 3 എന്ന് എഴുതാം. 2 3 സ്റ്റെപ്പാണ്, സ്റ്റെപ്സ് 4 5 6. നോക്കൂ, നമ്മള് സിക്സ്ത് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ അതെന്തായിരുന്നു? അത് സെക്കൻഡ് സ്റ്റെപ്പാണ്. സിക്സ്ത് സ്റ്റെപ്പ് ഈസ് നത്തിങ് ബട്ട് സെക്കൻഡ് സ്റ്റെപ്പ്. അതൊരു ലൂപ്പായിട്ട് വരും നോക്കാം. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പോകും? 3ാമത്തെ സ്റ്റെപ്പ്, 4ാമത്തെ സ്റ്റെപ്പ്, 5ാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെ പോകും. ഇതൊരു ലൂപ്പായിട്ട് പോകും, അല്ലെ? അപ്പൊ നമുക്കിത് ഒരിക്കലും ഈ ഫ്രാക്ഷണൽ പാർട്ട് 0യിൽ വന്ന് നിൽക്കില്ല എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് കുറച്ച് ഡിജിറ്റ്സ് മാത്രം എഴുതാം. സോ ഐ ക്യാൻ റൈറ്റ് 0.1 in decimal, that is approximately equal to, നിങ്ങൾക്ക് ഒരു 4 5 സ്റ്റെപ്പ് ഒരു ഡിജിറ്റ്സ് എടുക്കാം. that is 0.00011 in binary എന്ന് എഴുതാം. ഓക്കെ, ഇൻ ബൈനറി എന്ന് എഴുതാം. അപ്പൊ ഒരു 4 സ്റ്റെപ്പ് എഴുതുക. അപ്പൊ നിങ്ങൾ എപ്പോഴും 4 സ്റ്റെപ്പ് വരെ പോയാൽ മതിയാകും. ഇത് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. ദാറ്റ് മീൻസ് എന്താണ് ഇതിന്റെ ശരിക്കുള്ള അർത്ഥം? ഒരു 0.1നെ നമ്മൾ when we try to convert or find out the digits of a 0.1 in decimal, 0.1, that needs infinite number of binary bits. To represent a 0.1, you need infinite number of binary bits. അല്ലേ? നമ്മൾ 0.1 എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെസിമൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ പോവാണെങ്കിൽ നമുക്ക് ശരിക്കും എന്ത് വേണം? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ബിറ്റ്സ് അല്ലെങ്കിൽ ബൈനറി ഡിജിറ്റ്സ് ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, വി കനോട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇറ്റ് നീഡ്സ് ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് മെമ്മറി ടു സ്റ്റോർ.
ടു സ്റ്റോർ യുവർ നമ്പർ 0.1. 0.1 സ്റ്റോർ ചെയ്യണമെങ്കിൽ നിസ്സാരക്കാരന് നമുക്ക് തോന്നിയത് 0.1 സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് മെമ്മറി വേണം എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും പറയാം, വി കനോട്ട് സ്റ്റോർ 0.1 ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പൊ നമ്മൾ പുറത്താരോടും പറയണ്ട, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് 0.1 പോലും സ്റ്റോർ ചെയ്യാൻ ഉള്ള കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് നോട്ട് ഏബിൾ ടു സ്റ്റോർ 0.1 as it is. അത് അതുപോലെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ദർ ആർ സം ട്രിക്സ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. as it is നമുക്ക് ഒരിക്കലും 0.1 സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, സിൻസ് ഇറ്റ് നീഡ്സ് ഇൻഫിനിറ്റ് മെമ്മറി. അത് മനസ്സിലാക്കണം. നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ ആകുന്നില്ല, അതിലേക്ക് നിങ്ങൾ പോകണ്ട. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ഹാവ് ഡൺ. 0.1 നമുക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇൻഫിനിറ്റിയിലേക്ക് പോവാണ് അല്ലെ, ഈ കൺവേർഷൻ സ്റ്റെപ്പ് നമ്മൾ ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്. നമുക്ക് ഇങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 4-5 സ്റ്റെപ്പ് എഴുതി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്നുള്ള രീതിയിലും പോകാം. ഓക്കെ, ഇങ്ങനെയുള്ള കേസുകൾ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഈ നമ്പർ കൺവേർഷൻസ് ഒക്കെ ട്രൈ ചെയ്യുക. ഇവിടെ ഇന്റിജർ പാർട്ടില് ഇവിടെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ 3.3ൽ ഈ 0.3 എന്നുള്ളത് ഇന്റിജർ പാർട്ടാണ്. അവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ 0.3 വരുന്നത് എന്താണ്, മൾട്ടിപ്ലൈ ചെയ്യുക. ഓർക്കുക, ഇവിടെ 12 എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഡിവൈഡ് ബൈ 2. ഓക്കെ, നമ്മൾ ഇൻറ്റു ബൈനറിയിലേക്കാണ്. അപ്പൊ ഇവിടെ നിന്ന് ഓർക്കേണ്ടത് എന്താണ്, ടാർഗറ്റ് ബേസ് ഈസ് 2. ടാർഗറ്റ് ബേസ് ഈസ് 2. ഇവിടെ അപ്പൊ നമ്മൾ 12നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി 0.7 എന്താണ്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, മൾട്ടിപ്ലൈ വിത്ത് 2. അതാണ് ഈ 3 എക്സാമ്പിളിൽ. നിങ്ങൾക്ക് ഇനി എക്സാമ്പിൾസ് എഴുതി ചെയ്ത് നോക്കാം. ഓക്കെ, now we are going to the next level of conversion, decimal to octal. We have studied how to convert a decimal number into binary. Now we are going to convert a given decimal number into octal. You know what is an octal number system? Now octal number system has a base that is 8 and it has 8 digits. Okay, we can follow the same step what you have done in the conversion decimal to binary, but here the given number is a decimal and the target is octal. Okay, the target base is octal. Okay, the target base is octal. We will follow the same step, but the target is 8. We divide with 8. Okay, initially the 83 will be the dividend. Okay, and 8 is the target base, will be the divisor. Okay, 83 divides 10. Sorry, 83 divides 8. Then you will get 10 as the quotient and 3 as the remainder. Since the 10 is greater than 8, we will move one more step. Okay, and then again 10 divides 8. 1 is the quotient and 2 will be the remainder. Now we can stop the process because the 1 is less than 8. So 1 in the 8 in the either digital one in stop. Top to bottom read. Okay. So the digits of 83. The digits of the decimal number 83 when it is represented in octal are 1, 2, 3. So 83 digits are, but it is when it is represented in octal. Octal representing digits are. Okay. Therefore, the 83 is equal to 1, 2, 3 to the base 8. Okay. Same step on again. Hope you understand this example. What would you do when the given number has but the fractional part? Number has a fractional part. Upon the same step on a fractional part, we will multiply with the target base. Octal target base 8 and multiply. Extract the carry. Okay, these are the carries or extract here. Okay, process of correction are number in the mechanics. Okay. So fractional part in the case, Namaka or step or 3-4 remember integer part divide in the process Namaka
തീർച്ചയായിട്ടും അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടൂ. ഞാനൊന്നും കൂടെ പറയാം. ഇന്റിജർ പാർട്ട് ആണെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. ഈ ഡിവിഷൻ നമുക്ക് ഫൈനൈറ്റ് ആയിട്ട് നിൽക്കും. കുറെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒടുവിൽ നിങ്ങൾക്ക് എവിടെ എത്തും? ഒരു നമ്പറിൽ വന്നെത്തും. ദാറ്റ് ഈസ് ലെസ് ദാൻ ദ ടാർഗറ്റ് ബേസിനേക്കാളും ചെറുതായിട്ട് വന്ന് നിൽക്കും. അത് ഉറപ്പാണ്, അല്ലെ? അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കേസിൽ ദാറ്റ് മീൻസ് വെൻ യു കൺവേർട്ട് ദ ഇന്റിജർ പാർട്ട് ടു when you find out the digits of an integer part, you should complete the process. നിങ്ങൾ അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷെ അത് നമുക്ക് ഫ്രാക്ഷണൽ പാർട്ടിന്റെ കേസിൽ നമുക്ക് അങ്ങനെ ഒരു പിടിവാശി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു 3-4 സ്റ്റെപ്പിൽ നിർത്തിയാൽ മതിയാവും. ഈ എക്സാമ്പിൾസ് ബുക്കിലേക്ക് വളരെ പെട്ടെന്ന് എഴുതി നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എക്സാമ്പിൾസ് എഴുതിയാലും മതി, പക്ഷെ ചെയ്ത് നോക്കേണ്ടി വരും. ഇപ്പൊ കുറെ കൺവേർഷൻസ് നമ്മൾ പഠിക്കും. അവസാനം എന്താണ്? നിങ്ങൾ ചെയ്ത് നോക്കിയില്ലെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പല കുട്ടികൾക്കും എന്താണ് കൺഫ്യൂഷൻ വരും. എക്സാമിന് പോയി ഇരിക്കുമ്പോഴായിരിക്കും കൺഫ്യൂഷൻ വരുന്നത്, അതുവരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സോ യു ഹാവ് ടു പ്രാക്ടീസ് വിത്ത് യുവർ ഓൺ നമ്പേഴ്സ്. ഓക്കെ, വെച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾ തന്നെ നമ്പർ എഴുതി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വേറൊരാൾ ഒരു നമ്പർ എഴുതി തരുന്നതിനേക്കാളും നിങ്ങൾ തന്നെ ഒരു നമ്പർ എഴുതുക, അതിനെ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് വെരിഫൈ ചെയ്യുക. നൗ ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. ഹെക്സാഡെസിമലിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഡെസിമൽ നമ്പർ തന്നെയാണ്. ഈ ക്ലാസ്സുകളിലെ ഞാൻ ഇത് 3ാമത്തെ കൺവേർഷൻ ആണ്. ഇതെല്ലാം തന്നെ നമുക്ക് ഡെസിമൽ നമ്പർ ആയിരുന്നു, ഒക്ടലിലേക്കാണ്. അപ്പൊ നമ്മൾ ഓർക്കുക, ഇവിടെ ടാർഗറ്റ് ഈസ് 16. Okay, target base is 16. Base is 16. Okay, ചിലപ്പോൾ ഇവിടെ h എന്നായിരിക്കും തരുന്നത്. h എന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ 16 ആണെന്ന് ഓർക്കുക. ഇവിടെ നമുക്ക് സെയിം സ്റ്റെപ്പ് ആണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരു നമ്പർ തന്നിരിക്കും. ഓക്കെ, ഡെസിമൽ നമ്പർ ചെയ്യാനിരിക്കും. യു ഹാവ് ടു ഫൈൻഡ് ദ ഹെക്സ്. ഓക്കെ, ഹെക്സ് നമ്പർ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഹെക്സ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. സോ ഓർക്കുക, ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ബേസ് ടാർഗറ്റ് ബേസ് 16 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക 675 ആണ്, അല്ലെങ്കിൽ 675 നമ്പർ ഡെസിമൽ തന്നിരിക്കുന്നു. നമുക്ക് അതിന് ഹെക്സിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓർക്കുക, ദിസ് ഈസ് ദ ടാർഗറ്റ് ഇതാണ്. സോ യു ഹാവ് ടു കൺവേർട്ട് ദ നമ്പർ 675 വിത്ത് you have to divide the 675 with 16 വെച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. പക്ഷെ ഇവിടെ വരുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ കിട്ടി, 42 എന്ന് പറഞ്ഞ കോഷ്യന്റ് ആയിട്ട് കിട്ടി, റിസൾട്ട് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് മൂവ് ചെയ്യാനുണ്ട്. കാരണം 42 ഈസ് എ ലാർജർ നമ്പർ ദാൻ 65, അല്ലെ? അതിനേക്കാളും വലുതാണ്. വീണ്ടും നമ്മൾ സ്റ്റെപ്പ് ഒന്നും കൂടെ ചെയ്തു. 16 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ റിമൈൻഡർ കിട്ടിയ 10 ആണ്. 10 ആണ്. അപ്പൊ നമുക്ക് ഈ റിമൈൻഡേഴ്സ് എല്ലാം വാല്യൂസ് ആണെന്ന് നിങ്ങൾ ഓർക്കുക. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. സോ ഈ 10 എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിട്ട് എടുക്കുക. നമുക്ക് ഹെക്സിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഹെക്സിൽ 10 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് ഇല്ല. ഹെക്സിലെ ഡിജിറ്റ് സെറ്റ് ഓർക്കുക, അല്ലെങ്കിൽ സിമ്പിൾ സെറ്റ് ഓർക്കുക. എന്താണ്? 0, 1, 2 അപ് ടു 9 പോകുന്നുണ്ട്, അല്ലെ? 9 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്? ABC തൊട്ട് F വരെയാണെന്ന് ഓർക്കുക ഈ സമയത്ത്. അപ്പൊ 10 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് ഇല്ല. അപ്പൊ ഈ കിട്ടിയിരിക്കുന്ന റിമൈൻഡർ പറഞ്ഞ ഒരു വാല്യൂ ആണെന്ന് മനസ്സിലാക്കുക. സോ യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് വാല്യൂ ടു ഇറ്റ്സ് ഇക്വലന്റ് ഡിജിറ്റ്. ഇത് ഡിജിറ്റിലേക്ക് മാറുക. വി നോ ദാറ്റ് വാട്ട് ഈസ് എ ഡിജിറ്റ് ഫോർ 10? 10ന്റെ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ A ആണെന്ന് അറിയാം. അപ്പൊ നിങ്ങൾ അവിടെ A എന്ന് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ റീഡ് ചെയ്യാം. അപ്പൊ റീഡ് ചെയ്യുമ്പോൾ സോ ദിസ് ദ നമ്പർ 675 in decimal which is equal to 2A3. Okay, 2A3 in x. ഇങ്ങനെ എഴുതണം. ഓക്കെ, പലപ്പോഴും തെറ്റ് എഴുതാറുണ്ട്. എങ്ങനെ എഴുതാറുണ്ട്? 2103 എന്ന് എഴുതാറുണ്ട് ചില കുട്ടികൾ. അത് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. ദിസ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. നോട്ട് ഈക്വൽ ടു ആണിത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ 10ന് മുകളിലോട്ടുള്ള, അതാണ് ഇതിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കാനുള്ളത്. ഹെക്സാഡെസിമലില്ല 10ന് മുകളിൽ 10 അതിന് മുകളിലോട്ടുള്ള റിമൈൻഡേഴ്സ് 15 വരെ കിട്ടും. ഓക്കെ, ഈ റിമൈൻഡേഴ്സ് വരികയാണെങ്കിൽ അതിന് നിങ്ങൾ അതിന്റെ ഇക്വലന്റ് ആൽഫബറ്റിലേക്ക് മാറ്റണം. അല്ലാതെ ചുമ്മാ അത് 210 എന്നൊന്നും എഴുതി കളയരുത്. ഓക്കെ,
Hope you could understand this example. നിങ്ങൾക്ക് മനസ്സിലായോ? Did you have any question? Did you have any question? ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കും. ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, കാരണം ഇത് നമ്മൾ പഠിച്ചത് പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഡെസിമൽ ടു ബൈനറി നമ്മളിപ്പോൾ സെഷനിൽ പഠിച്ചു. ഓക്കെ, ഡെസിമൽ ടു ഒക്ടൽ പഠിച്ചു, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ പഠിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിച്ച് കൂടുതൽ ക്ലാരിഫിക്കേഷൻ കിട്ടും. ഹോംവർക്ക് ഉണ്ട്, ഹോംവർക്ക് നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. ഈ ഹോംവർക്ക് നമുക്കൊരു 2-7. ഓക്കെ, അതിനുള്ളിൽ നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക. ട്രൈ ടു കംപ്ലീറ്റ് ദിസ് ഹോംവർക്ക് വിത്തിൻ 2nd July ആൻഡ് സബ്മിറ്റ് ഇറ്റ് ടു യുവർ ടീച്ചർ. സബ്മിറ്റ് ചെയ്യുക കേട്ടോ. യൂട്യൂബിൽ ഈ വീഡിയോ നിങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹോംവർക്ക് എടുക്കാം. Now it's time to learn the conversion between binary and octal. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ബൈനറിയിൽ നിന്ന് ഒക്ടലിലേക്കും ഒക്ടലിൽ നിന്ന് ബൈനറിയിലേക്കും ഉള്ള കൺവേർഷൻ ആണ്. ബൈനറി ടു ഒക്ടൽ, ടു ഒക്ടൽ ടു ബൈനറി. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബൈനറി നമ്പറിനെ, ഒരു ബൈനറി നമ്പറിനെ എന്താണ് ഡെസിമലിലേക്ക് മാറ്റാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഡെസിമലിനെ ഇങ്ങനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആ നമ്പറിനെ നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാം, ഒക്ടലിലേക്ക് മാറ്റി കൺവേർട്ട് ചെയ്യാം. അതാണ് ബൈനറി ടു ഒക്ടൽ. അതൊരു രീതിയാണ്. അതല്ല ഇപ്പൊ ഒക്ടൽ ടു ബൈനറി ആണ്. യു ആർ given an octal number, you are asked to convert that octal number to binary. You can go with octal to decimal, okay, then decimal to binary. But this process it's not very that much easy. It's very difficult to do, and it's a time consuming process. But here I will teach you a shortcut method. Okay, it makes your life easier. നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ഓർക്ക് ബൈനറി ടു ഒക്ടൽ വരുമ്പോൾ നിങ്ങൾ നേരെ അതിനെ ബൈനറി ഡെസിമലാക്കി പിന്നെ അതിനെ ഒക്ടലാക്കാൻ പോകണ്ട. ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ക്വൈറ്റ് ഈസി മെത്തേഡ്. ഐ വിൽ ടീച്ച് യു. ഇങ്ങനെ ബൈനറി നമ്പർ ആണ് തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടത് അതിന്റെ ഒക്ടലാണ്. ഓക്കെ, ഓർക്ക് നമ്മൾ ആദ്യം നോക്കുന്നത് ബൈനറി ടു ഒക്ടലാണ്. ഓക്കെ, അപ്പൊ ഈ സമയത്ത് നിങ്ങൾക്ക് ഒക്ടൽ ഡിജിറ്റ്സ് എന്തൊക്കെയാണ്? വി ഹാവ് 8 ഒക്ടൽ ഡിജിറ്റ്സ് ഫ്രം 0 to 7. ഇതൊക്കെ ഒക്ടൽ ഡിജിറ്റ്സ് ആണ്. ഓരോ ഒക്ടൽ ഡിജിറ്റിനെയും അതിന്റെ ബൈനറി ട്രിപ്പിൾസിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, 0യുടെ ബൈനറി ഇക്വലിന്റെ 00 ട്രിപ്പിൾസ് ആക്കണം. 3 ബിറ്റുകളുള്ള സീക്വൻസ് ആക്കിയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്പർ നോക്കൂ, 7. ഓക്കെ, 7 നീഡ്സ് 3 ബിറ്റ്സ് ടു റെപ്രസെന്റ് ഇൻ ബൈനറി. അതുകൊണ്ടാണ് നമ്മൾ 3യിൽ എഴുതിയത്. 7 നീഡ്സ് മിനിമം 3 ബിറ്റ്സ് ടു റെപ്രസെന്റ് ഇൻ ബൈനറി. അപ്പം ബൈനറിയിൽ നമ്മൾ 7 ഒക്കെ എഴുതുമ്പോൾ 3 കുറച്ച് ബിറ്റ്സിൽ എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് ഷുഡ് നീഡ് അറ്റ്ലീസ്റ്റ് 3 ബിറ്റ്സ്. അത് ഓർത്തെഴുതാനും മതി. ഓക്കെ, അപ്പം ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിക്കണം. അതാണ് ഈ കൺവേർഷനിൽ ഓർത്തിരിക്കേണ്ടത്. ഇത് മാത്രമേ, ബട്ട് ഇത് വളരെ വേഗം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടേബിൾ തന്നെ. ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് the binary triples of each octal digit. നമ്മൾ 000 സ്റ്റാർട്ട് ചെയ്ത് 111 എത്തുന്ന ഒരു സീക്വൻസ് ആണിത്. അപ്പോൾ ഓരോ ഡിജിറ്റ്സിന്റെ ഒക്ടൽ ഡിജിറ്റ്സിന്റെയും ബൈനറി സീക്വൻസ് പഠിക്കുക. നിങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ബുക്കിലേക്ക് ഒന്ന് എഴുതി വെക്കുന്നത് നന്നായിരിക്കും. I'll give some time. വളരെ പെട്ടെന്ന് എഴുതി വെക്കാം. വേറെ ഒന്നുമില്ല, ഇത് ഓരോ ഒക്ടൽ ഡിജിറ്റ്സിന്റെ ഈക്വലന്റ് ബൈനറി സീക്വൻസ് ആണ്. നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം. given a binary number. Okay, ഇവിടെ നമുക്ക് ബൈനറി നമ്പർ തന്നിട്ടുണ്ട് 110 10 10 10 എന്നാണ്. Now I am going to group these binary digits or bits. Binary digits ഞാൻ ബിറ്റ് എന്നും പറയുന്നു. ഓക്കെ, ബൈനറി ഡിജിറ്റ്സ്, ബൈനറി ഡിജിറ്റ്സിനെ ഞാൻ ഇനി തൊട്ട് പറയാൻ പോകുന്ന ബിറ്റ്സ് എന്ന് പറയും. ഓക്കെ, ബിറ്റ്സ് ഏതൊക്കെയാണ് ബിറ്റ്സ് നിങ്ങൾക്ക് അറിയാം. ബൈനറി ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? We have only 2 binary digits. Those are 0 and 1. Okay, any binary number that is a sequence of zeros and ones, you know that. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, we are going to group these binary digits or bits, okay, with exactly 3. Okay, each group
ഈച്ച് ഗ്രൂപ്പ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി 3 bits. ആ രീതിയിലാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത് കേട്ടോ. ഓരോ ഗ്രൂപ്പിലും എന്തായിരിക്കും 3 എക്സാക്ട്ലി 3 bits ഉള്ളത്. അങ്ങനെ വേണം നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യാൻ. അവിടെ ഗ്രൂപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വി സ്റ്റാർട്ട് ഗ്രൂപ്പിംഗ് ഫ്രം ദ റാഡിക്സ് പോയിന്റ്. അപ്പോൾ റാഡിക്സ് പോയിന്റ് ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിൽ ഇവിടെ ഒരു റാഡിക്സ് പോയിന്റ് ഉണ്ട് അല്ലെ, നമുക്കറിയാം. അപ്പൊ റാഡിക്സ് പോയിന്റിൽ നിന്ന് റാഡിക്സ് പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു ഇന്റിജർ പാർട്ടില്ല, ഇവിടെ ഇന്റിജർ പാർട്ട് മാത്രമേ ഉള്ളൂ. നമ്പർ കൺസിസ്റ്റ് ഓൺലി ഇന്റിജർ പാർട്ട്. അപ്പൊ റാഡിക്സ് പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വേണം നിങ്ങൾ ഗ്രൂപ്പ് ചെയ്ത് പോകാൻ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പറയാം എന്താണെന്ന്. അപ്പൊ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മള് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 3 ബിറ്റ്സ് ഉള്ള ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, വി ഹാവ് ഗ്രൂപ്ഡ് the binary digits bits, okay, and each group consists exactly 3 bits. ഇനി നമുക്ക് വളരെ വേഗം ഈ ഗ്രൂപ്പ് ആദ്യത്തെ ഗ്രൂപ്പ് എന്തായിരുന്നു 0 1 0 അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഒക്ടൽ ഡിജിറ്റ് എടുക്കുന്നു. 0 1 0 അതിന്റെ ഒക്ടൽ ഡിജിറ്റ് 2. നെക്സ്റ്റ് നെക്സ്റ്റ് എന്താണ് 1 0 1 1 0 1. ഓക്കെ, 1 0 1ന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഒക്ടൽ 5 ആണ്. ഓക്കെ, അടുത്ത എന്താണ് 1 1 0 6 ആണ്. അപ്പൊ നിങ്ങൾ ഇത് ബൈ പ്രാക്ടീസിലൂടെ വളരെ വേഗം നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. ഓക്കെ, അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു 6 5 2. ഓക്കെ, ഇത്രേ ഉള്ളൂ. വളരെ ഈസി അല്ലേ, നമുക്ക് വേറെ എക്സാമ്പിൾ കൂടെ നോക്കും, കുറച്ചും കൂടി ഈസി. ഇതാണ് ഞാൻ പറയുന്നത്, ഗ്രൂപ്പ് ചെയ്യുക. ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3ന്റെ ഗ്രൂപ്പ് ആക്കുക. ഓരോ ഗ്രൂപ്പിനെ നമുക്ക് ഇക്വലന്റ് ആയിട്ടുള്ള octal ഡിജിറ്റിലേക്ക് മാറ്റും. ഓക്കെ, that will be the equivalent number in octal. Okay, let me show one more example. And the given number consists both octal number integer part and fractional part. ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് പോവുക. ഗ്രൂപ്പ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? we start the grouping from the decimal from the radix point. Okay, radix point ന്ന് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഇങ്ങനെ ചെയ്യാം, അതിന് വീണ്ടും അടുത്ത ഗ്രൂപ്പ് എടുക്കാം, ഇതാണ് അടുത്ത ഗ്രൂപ്പ് അല്ലേ, ഇതാണ് അടുത്ത ഗ്രൂപ്പ്. നെക്സ്റ്റ് ഗ്രൂപ്പ് എടുക്കാം ആൻഡ് നെക്സ്റ്റ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിലേക്ക് നോക്കൂ. ലാസ്റ്റ് നമ്മൾ ഇന്റിജർ പാർട്ടിലെ വരുന്ന ഗ്രൂപ്പിൽ ലെഫ്റ്റ് മോസ്റ്റ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ we have only a 1 and 0. ഇവിടെ ഒരു 1 ഒരു 0 ഉള്ളൂ. that time we will put a 0. നിങ്ങൾക്ക് എത്ര ഡിജിറ്റ് കുറവുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡിജിറ്റ് കുറവുണ്ടാവും, അല്ലെങ്കിൽ there is a 1 bit short ആണ്. അപ്പം നമുക്ക് ഷോർട്ടേജ് 1 bit ആണ്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാം, ആ 0 ആഡ് ചെയ്യണം, വെറുതെ 1 ആഡ് ചെയ്യരുത്, 0 ആഡ് ചെയ്യും. എന്തുകൊണ്ടാണ്? when you put a 0 on the leftmost side of an integer part, the value will never change. നമുക്കറിയാം ഒരു ഇന്റിജർ നമ്പറിന്റെ ലെഫ്റ്റ് മോസ്റ്റ് 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? the value will never change. Similarly, you can put a 0 on the rightmost side of the a fractional part, the number value will never change. For example, നിങ്ങൾക്ക് ഒരു നമ്പർ എഴുതാം 3.4. okay, in binary. Okay, then you can put some zeros on the leftmost side. നമുക്ക് രണ്ട് 0 ഞാൻ ഇട്ടു, ഒരു പ്രശ്നമില്ല. Okay, 003 point is equal to 3. Similarly, you can put some zeros on the rightmost side if there is a fractional part. Fraction part ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 0 ഇടാൻ പറ്റും. Okay, fraction part ഉണ്ടെങ്കിൽ മാത്രമേ 0 ഇടാൻ പറ്റൂ, ഇല്ലെങ്കിൽ 0 ഇട്ടാൽ വില മാറും അല്ലേ. അതുപോലെ തന്നെ റൈറ്റ് പോർഷനിൽ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യണം? ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. കണ്ടോ, ഇവിടെ നമുക്കൊരു 0യുടെ കുറവുണ്ട്, അവിടെ ആ 0 ഇടുക. ഇനി ഓരോ ഗ്രൂപ്പിനും ഇക്വലന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗ്രൂപ്പിന് ഇക്വലന്റ് ആയിട്ട് നമുക്ക് ഡിജിറ്റ്സ് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് അബൌട്ട് ദ ബൈനറി ടു ഒക്ടൽ. അപ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദിസ്. അപ്പം സീറോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സീറോസ് ഇടുക. ഇടുമ്പോൾ ചുമ്മാതെ ഇടരുത്, ലെഫ്റ്റ് മോസ്റ്റിലും റൈറ്റ് മോസ്റ്റിലും ഇടുക. ഇഫ് ദർ ഈസ് എ ഫ്രാക്ഷണൽ പാർട്ട്, you can add some zeros on the rightmost side. The value will never change. Okay, some more examples are there, and I'm skipping those examples. Now binary to hex. തിരിച്ചാണ്. ഓക്കെ, ഇവിടെ നോക്കൂ, നമുക്ക് ഒക്ടൽ നമ്പർ ആണ് തന്നിരിക്കുന്നത്. ഒക്ടൽ നമ്പർ ആണ് തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ ഒക്ടൽ നമ്പർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. നമുക്ക് അതിനെ ബൈനറിയിലേക്ക് മാറ്റണം.
നമ്മൾ എന്താണോ ചെയ്തത് അതിന്റെ റിവേഴ്സ് പ്രോസസ് ഇവിടെ ചെയ്താൽ പോരെ. അപ്പൊ 3 എന്ത് ചെയ്യണം? 3 അതിന്റെ ബൈനറി ട്രിപ്പിളിലേക്ക് മാറ്റുക. ഓക്കെ, ബൈനറി ട്രിപ്പിളിലേക്ക് മാറ്റുക. ഇവിടെ 5 അതിന്റെ ബൈനറി ട്രിപ്പിളിലേക്ക് മാറ്റുക. 1 അതിന്റെ ബൈനറി ട്രിപ്പിളിലേക്ക് മാറ്റുക. ഇങ്ങനെ ഓരോ ഒക്ടൽ ഡിജിറ്റിനെയും ബൈനറി ട്രിപ്പിളിലേക്ക് മാറ്റിയിട്ട് നിരത്തി എഴുതുക. നിങ്ങൾക്ക് വേണമെങ്കിൽ MSBയിലുള്ള സീറോയും ഈ സീറോയും ഒഴിവാക്കാം, കുഴപ്പമില്ല. ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എഴുതാം. ദാറ്റ് ഈസ് അബൌട്ട് ഒക്ടൽ ടു ബൈനറി. നൗ ബൈനറി ടു ഹെക്സാഡെസിമൽ നമ്മൾ ചെയ്യേണ്ടത് ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 0 തൊട്ട് F വരെയുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് ആണ്. ഇതിന്റെ ഓരോ ഡിജിറ്റിന്റെയും ക്വാഡ്രാപ്പിൾസ് എന്ന് പറഞ്ഞാൽ 4 ബിറ്റ്സിലെ റെപ്രസെന്റ് ചെയ്യാം. ബിക്കോസ് എഫിന്റെ വാല്യൂ നമുക്ക് 15 ആണെന്ന് അറിയാം അല്ലെ. 15 ആണ് വാല്യൂ ഓഫ് എഫ്. അപ്പൊ എഫിനെ ടു റെപ്രസെന്റ് ദ വാല്യൂ 15 യു നീഡ് 4 ബിറ്റ്സ്. അതാണ് അവിടെ കാര്യം. അപ്പൊ 15നെ റെപ്രസെന്റ് ചെയ്യാൻ 15 വാല്യൂ വരുന്ന എഫിനെ റെപ്രസെന്റ് ചെയ്യാൻ വി ഹാവ് ടു ഹാവ് 4 ബിറ്റ്സ്. ഓക്കെ, 4 ബിറ്റ്സ്. അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. വളരെ എളുപ്പമാണ് ഇത് പഠിക്കാൻ. അതിനുശേഷം നമ്മൾ പഠിക്കൂ ഹൗ ഡൺ വിത്ത് ദ ബൈനറി ടു ഒക്ടൽ. യു ക്യാൻ ഫോളോ ദ സെയിം സ്റ്റെപ്പ് ബട്ട് ദ ഗ്രൂപ്പ് വിത്ത് 4 ബിറ്റ്സ്. 4 ബിറ്റ്സിൽ ഗ്രൂപ്പ് ചെയ്യണം എന്ന് മാത്രം, വേറെ ഒന്നുമില്ല. ഓക്കെ, എന്നിട്ട് റൈറ്റ് ദ ഇക്വലന്റ് ഹെക്സാഡെസിമൽ നമ്പർ. ദാറ്റ് ഈസ് ഇറ്റ്. ഓക്കെ, ഇങ്ങനെ എഴുതി പോരും. ക്ലിയർ? അപ്പം ഓർക്ക, ബൈനറി ടു ഒക്ടൽ ആണെങ്കിൽ നിങ്ങൾ 3 കൊണ്ട് ഗ്രൂപ്പ് ചെയ്യാം, 3യുടെ ഗ്രൂപ്പ് ചെയ്യുക. ബൈനറി ടു ഹെക്സ് ആണെങ്കിൽ നിങ്ങൾ 4ന്റെ ഗ്രൂപ്പ് ചെയ്യുക. ദെൻ ആ ഗ്രൂപ്പിനെ നിങ്ങൾക്ക് ഒക്ടൽ ഡിജിറ്റിലേക്കാണെങ്കിൽ ഒക്ടലിന്റെ നമ്പർ വെച്ച് എഴുതുക, ഹെക്സിലേക്കാണെങ്കിൽ ഹെക്സിന്റെ ഡിജിറ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, ക്വൈറ്റ് ഈസി. ഇതിന്റെ സെയിം റിവേഴ്സ് പ്രോസസ് ആണ് നമ്മൾ ഹെക്സാഡെസിമൽ തൊട്ട് ഹെക്സാഡെസിമൽ നിന്ന് ബൈനറിയിലേക്ക് വരുമ്പോഴും. ഓക്കെ, ഹെക്സാഡെസിമൽ ഡിജിറ്റ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. യു ആർ ആസ്ക്ഡ് ടു convert the hexadecimal to binary. What would you do? You just write the quadruple of each hexadecimal number. അത് എഴുതിയാൽ മതിയോ? ക്വാഡ്രാപ്പിൾ എഴുതുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആ ഒരു ടേബിൾ പഠിക്കാം. Now the conversion between octal and hexadecimal. അപ്പൊ ഒക്ടൽ നമ്പർ തന്നിരിക്കുന്നു, അതിനെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റണം. നമുക്ക് ഒക്ടലിനെ എന്ത് ചെയ്യാം? ആദ്യം തന്നെ ബൈനറിയിലേക്ക് മാറ്റാം അല്ലെ. വളരെ എളുപ്പമാണ്. ഇനി ആ ബൈനറിയിൽ നമുക്ക് ഹെക്സിലേക്ക് മാറ്റാം. ഒക്ടലിനെ ബൈനറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യും നമ്മൾ? ഒക്ടലിനെ ബൈനറിലേക്ക് മാറ്റാൻ ആ ഒരു ഒക്ടൽ ഡിജിറ്റിന്റെയും എന്താണ് ട്രിപ്പിൾസ് കണ്ടുപിടിക്കാം. അതാണ് ബൈനറി. ഇനി ബൈനറി ടു ഹെക്സാ അവിടെ ഗ്രൂപ്പിംഗ് ചെയ്യുക ക്വാഡ്രാപ്പിൾ ആയിട്ട്, അതിനെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ പോവുക. റൈറ്റ് യുവർ ഓൺ എക്സാമ്പിൾസ്. നിങ്ങൾ എക്സാമ്പിൾസ് എഴുതി ചെയ്ത് വെക്കുക. നമ്മൾ ബൈനറി ഒക്ടൽ ടു ബൈനറി നമ്മൾ ഇപ്പം പഠിച്ചു, ബൈനറി ടു ഹെക്സും പഠിച്ചു. അത് അങ്ങനെ നമുക്ക് ഒക്ടൽ ടു ഹെക്സ് എഴുതാൻ പറ്റും. അതാണ് അതിന്റെ മാർഗം. വളരെ എളുപ്പമാണിത്. അത് തന്നെയാണ് നമുക്ക് ഹെക്സ് ടു ഒക്ടൽ ആകുമ്പോഴും നമുക്ക് ഇങ്ങനെ യു ഫസ്റ്റ് കൺവേർട്ട് ദ ഹെക്സാഡെസിമൽ ടു ബൈനറി, ദെൻ you can convert that binary to octal. And dear students, we have studied 4 number system: decimal, binary, octal and hexadecimal. And now you are able to convert any number in any number system to any number system. Okay, hope you could understand this session. Thank you for listening to me. And നിങ്ങൾ homework ചെയ്യാൻ തന്നിട്ടുണ്ട്, അത് ചെയ്ത് പഠിക്കാം. ഹോംവർക്ക് 3 ആണിത്. ഹോംവർക്ക് 3 നിങ്ങൾ ഇതും സെയിം ഡേ തന്നെ ചെയ്യാം. 2 ജൂണിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, എനി ക്വസ്റ്റ്യൻ? Did you have any question? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. Time is up. ആർക്കെങ്കിലും ഏതെങ്കിലും സമയം? സർ, ബിജു സർ, ഗംഗ മേഡം, ഗംഗ മേഡം.
ഹലോ, കേൾക്കാമോ സാറേ? കേൾക്കാം സാർ. ഇപ്പം കേൾക്കാം. അതെ സാറ് ഒരു 1:10 ആയപ്പോ എടുത്ത പോർഷൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാമെന്ന് ചോദിച്ചായിരുന്നു. ആ കൺവേർഷൻ ആണ്. ഏത് കൺവേർഷൻ ആണ്? അല്ലാണ്ട് വേറെ ഡൗട്ട്സ് ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല സാറേ ആരും. ഏതാണ് പോർഷൻ നമുക്ക് നോക്കാമല്ലോ, ഏതാണ്? ഒന്നുകൂടെ ബാക്ക് അടിക്കാമോ സാറേ? അതായത് ആ സമയത്തുള്ള ആ ഒരു സ്ക്രീനാണ് വേണ്ടത്. ഏത് സമയത്താണ് മാഡം? 1:10. ഞാൻ ആ സമയത്ത് സാറിന് ഇന്റർഫിയർ ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടേ. എന്താണ് ആ സമയത്ത് ക്ലിയർ ആയില്ല? ആ സമയത്ത് സാറിനെ ഇടയ്ക്കിട്ട് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ. ഏതാണെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാം. ബാക്കിലേക്ക് പോകാമോ സാർ? അതിന്റെയൊക്കെ ബാക്കാണ്. ഈ പോർഷൻ കഴിഞ്ഞിട്ടുള്ള ഈ പോർഷനൊക്കെ കഴിഞ്ഞിട്ട്. ഇതാണ് ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആണ് പറയേണ്ടത്. ഒന്ന് ഡെസിമൽ ടു ഹെക്സാഡെസിമൽ അല്ലേ? ഓക്കെ. ഇപ്പൊ എഴുതി ചോദിക്കുന്നുണ്ട് സാറേ, ഒക്ടൽ ടു ഹെക്സാഡെസിമൽ ചോദിക്കുന്നുണ്ട് കുട്ടികളെ. ഒക്ടൽ ടു ഹെക്സാഡെസിമൽ. അപ്പൊ ഇത് പറഞ്ഞിട്ട് പോരെ? ഓക്കെ. അപ്പൊ ഇവിടെ ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആകുമ്പോൾ നമുക്ക് ടാർഗറ്റ് 16 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ 16 ആണ്. അപ്പം നമ്മളെ നമ്പർ 675 ആണ് നമ്മളുടെ നമ്പർ. ടാർഗറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ടാർഗറ്റ് ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്താണോ ബൈനറിയിലും ഒക്ടലിലും ചെയ്ത് അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യാൻ കാരണം നമുക്ക് ഇൻഡിജർ പാർട്ട് ആണ് ഉള്ളത്. അപ്പൊ 675. ഓക്കെ, നമ്മുടെ നമ്പർ തന്നിരിക്കുന്ന നമ്പർ 675 ആണ്. അപ്പൊ ഇതിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം ടാർഗറ്റ് ആണ് 16 ഓർക്കുക. ഓക്കെ, ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 42 ആണ്. 42 റിസൾട്ടും 3 റിമൈൻഡർ കിട്ടി. ഓക്കെ, 42 റിസൾട്ട് അല്ലെങ്കിൽ കോഷ്യന്റ് ആണ്. ഇനി നമുക്ക് വീണ്ടും 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കാരണം 42 ഈസ് ഗ്രേറ്റർ ദാൻ 16. അപ്പൊ ഇത് ചെറുതാകുന്നിടം വരെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ 16 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 റിസൾട്ട് കിട്ടുന്നു. 10 എന്ത് കിട്ടുന്നു? 10 നമുക്ക് റിമൈൻഡർ കിട്ടുന്നു അല്ലെ? നിങ്ങൾ നോക്കൂ, 42-നെ 16 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 റിസൾട്ട് കിട്ടും. ഓക്കെ, 32 റിമൈൻഡർ എത്ര കിട്ടുന്നു? 10 കിട്ടും. അപ്പൊ ഈ 2 ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ 10 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ റിമൈൻഡേഴ്സ് നമ്മൾ ഇങ്ങനെ മാറ്റി മാറ്റി എഴുതി വെക്കുന്നു. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതാണ്. ഇനി 10 എന്നുള്ളത് നമുക്ക് ഡെസിമലിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. നമ്മൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് ആലോചിക്കും. ഓക്കെ, നമ്മൾ തിങ്ക് എൻഡ് ഇൻ മൈൻഡ് എന്ന് പറയും. നമ്മളെ മനസ്സിൽ സ്റ്റാർട്ട് വിത്ത് എൻഡ് ഇൻ മൈൻഡ് എന്നുള്ള ഒരു വേർഡുണ്ട്. സ്റ്റാർട്ട് വിത്ത് എൻഡ് ഇൻ മൈൻഡ്. നമ്മൾ എവിടെയാണ് എത്തിച്ചേരേണ്ടത് അത് ഓർത്ത് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ ഇവിടെ നമ്മൾ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 10 ആണ്. നമുക്ക് 10 എന്ന് പറയുന്നത് ഹെക്സാഡെസിമലിന്റെ ഒരു ഡിജിറ്റ് അല്ല. സോ ഈ 10-നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്ത് വാല്യൂ ഒക്കെ കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ആൽഫബറ്റ് എഴുതണം. 10-ന്റെ ഹെക്സാഡെസിമൽ ആൽഫബറ്റ് A ആണ്. അങ്ങനെ എഴുതണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന്റെ ഇക്വലന്റ് ആയിട്ട് 2A3 എന്ന് എഴുതണം എന്ന് പറയുന്നത്. അപ്പൊ റിമൈൻഡേഴ്സിന് എപ്പോഴും എന്താണ് ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് ആണെന്ന് ഓർക്കുക. അങ്ങനെ വേണം ചെയ്തു പോകാൻ. ഇനിയിപ്പോ അവസാനം കിട്ടുന്ന ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന ഒരു ചിലപ്പോൾ സപ്പോസ് നമുക്ക് ലാസ്റ്റത്തെ കോഷ്യന്റ് 10 ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ 11 ആയിരിക്കും കിട്ടുന്നത് ലാസ്റ്റ് കോഷ്യൻ. അവിടെ ഇപ്പൊ 11 ആണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെയും ഹെക്സാഡെസിമൽ ഡിജിറ്റ് നമുക്ക് എഴുതേണ്ടി വരും. അപ്പൊ അവിടെ നമ്മൾ B എന്ന് എഴുതേണ്ടി വരും. അപ്പൊ ഈ ഡിജിറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഡിജിറ്റ്സ് ഒക്കെ തന്നെ നിങ്ങൾ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. ഓക്കെ, അതാണ് പറഞ്ഞത്. പിന്നെ ചോദിച്ചത് എന്താണ് മാഡം? അടുത്തത് ഒക്ടൽ ടു ഹെക്സാഡെസിമൽ അല്ലേ? ഒക്ടൽ ടു ഹെക്സാഡെസിമൽ. ഓക്കെ, ഒക്ടൽ ടു ഹെക്സാഡെസിമൽ. ഞാനൊരു നമ്പർ എക്സാമ്പിൾ തരാം. സപ്പോസ് നമുക്ക് കിട്ടിയ നമ്പർ 27 ആണെന്നിരിക്കാം. 27 അല്ലെങ്കിൽ 27 അത് ഒക്ടൽ നമ്പർ ആണ്. ഓക്കെ,
ഒക്ടൽ നമ്പർ നമ്മൾ ഇതിനെ ആദ്യം ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ ഒക്ടൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം അവിടെ ട്രിപ്പിൾസ് എഴുതണം. അപ്പൊ 2ന്റെ ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ 0 1 0 ആണ്. ഓക്കെ, 2ന്റെ ട്രിപ്പിൾ 0 1 0. അപ്പൊ ഇനി 7ന്റെ ട്രിപ്പിൾ 1 1 1 ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും 27 in octal that is equal to 0 1 0 1 1 1 in binary അല്ലേ? അപ്പൊ നമുക്ക് ബൈനറിയിലേക്ക് കിട്ടി. നമുക്ക് ഇതിനെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ വീണ്ടും നമുക്ക് ഹെക്സിലേക്ക് മാറ്റാം. ഹെക്സിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 4ന്റെ ഗ്രൂപ്പാണ് ഇടേണ്ടത്. അപ്പൊ 4ന്റെ ഗ്രൂപ്പ് ഇടുമ്പോൾ ഇവിടെ ഷോർട്ട് ഉണ്ട്, 2 എണ്ണം ഉള്ളൂ. ഇനി 2 എണ്ണം കൂടെ 2 ഡിജിറ്റ്സും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ കേസിൽ നമുക്ക് 2 സീറോസും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ഇപ്പൊ 4ന്റെ ഗ്രൂപ്പായി, ക്വാഡ്രാപ്പിൾസ് ആയി. അപ്പൊ ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0 1 1 1 0 1 1 that is 7. ഓക്കെ, now 0 0 0 1 that is 1. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും 1 7 in hexadecimal. അപ്പൊ ഒക്ടൽ നമ്പറിൽ ഓരോ ഒക്ടൽ ഡിജിറ്റിനെയും ആദ്യം 3യുടെ ട്രിപ്പിൾസ് എഴുതുക, ബൈനറി ട്രിപ്പിൾസ് എഴുതുക. ആ ബൈനറി ട്രിപ്പിൾസ് പിന്നെ വീണ്ടും 4ന്റെ ഗ്രൂപ്പായിട്ട് മാറ്റുക. 4ന്റെ ഗ്രൂപ്പായിട്ട് മാറ്റിയിട്ട് ആ ഒരു 4ന്റെ ഗ്രൂപ്പിനെയും നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, അത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ടേബിൾ നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഈ പ്രോസസ്സാണ് നമ്മൾ ഒക്ടൽ ടു ഹെക്സിൽ ചെയ്യുന്നത്. ഇത് തന്നെയാണ്, ഇതേ സ്റ്റെപ്പ് തന്നെയാണ് നമുക്ക് ഹെക്സ് ടു ഒക്ടലിലേക്ക് ചെയ്യുമ്പോഴും. ഹെക്സ് ടു ഒക്ടലിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് യു ആർ ഗിവൺ എ ഹെക്സാഡെസിമൽ നമ്പർ. ആ ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? സോറി, ഞാനിവിടെ പറഞ്ഞത് ആക്ച്വലി തെറ്റിപ്പോയിട്ടുണ്ട്. സോറി. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി നമുക്ക് ചിലപ്പോൾ യു ആർ ഗിവൺ എ ഹെക്സാഡെസിമൽ ആൻഡ് യു വാണ്ട് ടു കൺവേർട്ട് ടു ഒക്ടൽ. ഓക്കെ, ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇത് തന്നെ നമുക്ക് ചെയ്ത് തിരിച്ച് നോക്കാം. യു ആർ ഗിവൺ എ ഹെക്സ്, നമ്മളിത് പറയുന്നത് ഹെക്സ് ടു ഒക്ടൽ ആണ്. ഓക്കെ, ഹെക്സ് നമ്പർ തന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഓരോ ഡിജിറ്റിനെയും നമുക്ക് ട്രിപ്പിൾസ് എഴുതാം. 7ന്റെ ട്രിപ്പിൾ ക്വാഡ്രാപ്പിൾസ് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് 3ന്റെ ഗ്രൂപ്പ് ആക്കാം. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ ബൈനറിയാണ്. ഇതിന്റെ 3 ഗ്രൂപ്പുകൾ. ഇനി ഈ ഒരു ട്രിപ്പിൾസിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. 7 2 0. That means 17 in hex that is equal to 0 2 7 in കിട്ടിയില്ലേ? അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഒക്ടൽ ടു ഹെക്സാഡെസിമൽ ടു ഒക്ടൽ നമ്പർ കൺവേർഷനിൽ നിങ്ങൾ ഇൻ ബിറ്റ്വീൻ ബൈനറിയിലേക്ക് മാറ്റേണ്ടി വരും. ഒക്ടലിനെ ബൈനറിയിലേക്ക് മാറ്റുന്ന പഠിക്കുക, അങ്ങനെ ബൈനറിയിലേക്ക് മാറ്റുക, പിന്നെ ബൈനറിയെ ഹെക്സിലേക്ക് മാറ്റുക. ഇനി ഹെക്സ് ടു ഒക്ടൽ ആണെങ്കിൽ യു ഹാവ് ടു കൺവേർട്ട് ദ നമ്പർ ഹെക്സാഡെസിമൽ ടു ബൈനറി. Okay, firstly, then later you convert that binary to octal. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചല്ലോ സാറേ, നമുക്ക് നമ്മുടെ ടൈം ആയി, കഴിഞ്ഞു സാർ പോർഷൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച് വിജയ് സാർ. നല്ലൊരു സെഷൻ ആയിരുന്നു. ഫീഡ്ബാക്ക് തന്നെ